വീഡിയോയിലൂടെ നോക്കുന്നത് ഫസ്റ്റ് ഇയർ അനാറ്റമിയുടെ ടോപ്പിക്ക് അനാറ്റമി എന്താണ് എന്നും അതിന്റെ വിവിധ വിഭാഗങ്ങളെക്കുറിച്ചുമാണ്. അനാറ്റമി എന്താണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യശരീരത്തിന്റെ ഘടനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ഹ്യൂമൻ അനാറ്റമി. അനാറ്റമി എന്ന പദം അനാറ്റോം എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇതിനർത്ഥം മുറിച്ചു പരിശോധിക്കുക എന്നാണ്. ഡിസെക്ഷൻ എന്നത് അനാറ്റോം എന്ന ഗ്രീക്ക് പദത്തിന് തുല്യമായ ലാറ്റിൻ പദമാണ്. എങ്കിലും അനാറ്റമി, ഡിസെക്ഷൻ എന്നീ വാക്കുകൾ ഒരേ അർത്ഥമുള്ളവയല്ല. ഡിസെക്ഷൻ എന്നത് ഒരു പഠനരീതി മാത്രമാണ്, എന്നാൽ അനാറ്റമി എന്നത് പഠനത്തിന്റെ വിപുലമായ ഒരു മേഖല. മൃതദേഹങ്ങൾ എംബാം ചെയ്ത് അംബാമിംഗ് കേടുകൂടാതെ സൂക്ഷിച്ചാണ് കഡാവറിക് അനാറ്റമി പഠിക്കുന്നത്. ഇത് പ്രധാനമായും നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഗ്രോസ് അനാറ്റമി. ഇതിനെ പ്രധാനമായും രണ്ട് രീതിയിൽ തിരിക്കാം. ഒന്ന്, റീജിയണൽ അനാട്ടമി. റീജിയണൽ അനാറ്റമി ശരീരത്തെ വിവിധ ഭാഗങ്ങളായി തിരിച്ചു പഠിക്കുന്ന രീതിയാണിത്. ഉദാഹരണത്തിന് അപ്പർ ലെം കൈകൾ, ലോവർ ലെം കാലുകൾ, thorax നെഞ്ചുഭാഗം, ആബ്ഡമൻ വയർ, ഹെഡ് ആൻഡ് നെക്ക് തലയും കഴുത്തും, ബ്രെയിൻ മസ്തിഷ്കം. സിസ്റ്റമിക് അനാട്ടമി ശരീരത്തിലെ ഓരോ അവയവ വ്യവസ്ഥകളെയും സിസ്റ്റംസ് പ്രത്യേകമായി പഠിക്കുന്ന രീതിയാണിത്. സ്കെലറ്റൽ സിസ്റ്റം, ഓസ്റ്റിയോളജി അസ്ഥികൂടത്തെക്കുറിച്ചുള്ള പഠനം. മസ്ക്യുലർ സിസ്റ്റം, മയോളജി പേശികളെക്കുറിച്ചുള്ള പഠനം. ആർട്ടിക്യുലേറ്ററി സിസ്റ്റം, ആർത്രോളജി സന്ധികളെ ജോയിന്റ്സ് കുറിച്ചുള്ള പഠനം. വാസ്ക്യുലർ സിസ്റ്റം, ആൻജിയോളജി രക്തക്കുഴലുകളെയും ഹൃദയത്തെയും കുറിച്ചുള്ള പഠനം. നെർവസ് സിസ്റ്റം, ന്യൂറോളജി നാഡീവ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനം. സ്പ്ലാഞ്ച്നോളജി ശ്വസന വ്യവസ്ഥ, റെസ്പിറേറ്ററി ദഹനവ്യവസ്ഥ, ഡൈജസ്റ്റീവ് മൂത്ര പ്രത്യുൽപാദന വ്യവസ്ഥ, യൂറോജെനറ്റൽ അന്തസ്രാവി ഗ്രന്ഥികൾ, എൻഡോക്രൈൻ എന്നിവയെക്കുറിച്ചുള്ള പഠനം. ലോക്കോമോട്ടർ സിസ്റ്റം, അസ്ഥികൾ, ഓസ്റ്റിയോളജി സന്ധികൾ, ആർത്രോളജി പേശികൾ, മയോളജി എന്നിവ ചേർന്നതാണ് ശരീരത്തിന്റെ ചലനത്തെ സഹായിക്കുന്ന ലോക്കോമോട്ടർ സിസ്റ്റം. ലിവിംഗ് അനാറ്റമി എന്നാൽ ജീവനുള്ള ഒരു മനുഷ്യശരീരത്തെക്കുറിച്ച് പഠിക്കുന്ന രീതിയാണ്. രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഇത് വളരെ പ്രധാനമാണ്. ഇതിനായി ഉപയോഗിക്കുന്ന പ്രധാന രീതികൾ താഴെ പറയുന്നവയാണ്. പ്രധാന പഠനരീതികൾ. ഇൻസ്പെക്ഷൻ, വെറും കണ്ണുകൊണ്ട് ശരീരഭാഗങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന രീതിയാണിത്. ശരീരത്തിന്റെ നിറം, ആകൃതി, വീക്കം എന്നിവ ഇതിലൂടെ മനസ്സിലാക്കാം. പാൽപേഷൻ, കൈകൾ കൊണ്ട് തൊട്ടുനോക്കി പരിശോധിക്കുന്ന രീതി. അവയവങ്ങളുടെ വലിപ്പം, കട്ടി, വേദനയുണ്ടോ എന്നത് എന്നിവ ഈ രീതിയിലൂടെ അറിയാൻ സാധിക്കും. പെർക്ഷൻ, വിരലുകൾ കൊണ്ട് ശരീരത്തിൽ തട്ടി ഉണ്ടാകുന്ന ശബ്ദം കേട്ട് പരിശോധിക്കുന്ന രീതിയാണിത്. അവയവങ്ങളിൽ വായുവാണോ ദ്രാവകമാണോ ഉള്ളതെന്ന് ഇതുവഴി തിരിച്ചറിയാം. ഓസ്കൾട്ടേഷൻ, സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ശരീരത്തിനുള്ളിലെ ശബ്ദങ്ങൾ, ഉദാഹരണത്തിന് ഹൃദയമിടിപ്പ്, ശ്വാസകോശത്തിലെ ശബ്ദം കേൾക്കുന്ന രീതി. സാങ്കേതിക വിദ്യകൾ. എൻഡോസ്കോപ്പി ഒരു ചെറിയ ക്യാമറ ഘടിപ്പിച്ച ട്യൂബ് ശരീരത്തിനുള്ളിലേക്ക് കടത്തി ഉൾഭാഗങ്ങൾ പരിശോധിക്കുന്ന രീതിയാണിത്. ബ്രോങ്കോസ്കോപ്പി ശ്വാസനാളം പരിശോധിക്കാൻ. ഗാസ്ട്രോസ്കോപ്പി ആമാശയം പരിശോധിക്കാൻ. റേഡിയോഗ്രാഫി എക്സ്റേ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉള്ളിലെ എല്ലുകളും മറ്റ് അവയവങ്ങളും നിരീക്ഷിക്കുന്നു. ഇലക്ട്രോമയോഗ്രഫി പേശികളുടെ പ്രവർത്തനവും അവയിലേക്കുള്ള നാഡീവ്യൂഹത്തിന്റെ സന്ദേശങ്ങളും വൈദ്യുത തരംഗങ്ങളിലൂടെ അളക്കുന്ന രീതിയാണിത്. ഭ്രൂണശാസ്ത്രം ഓർ എംബ്രിയോളജി ഓർ ഡെവലപ്മെന്റൽ അനാട്ടമി ഒരു കുഞ്ഞ് ജനിക്കുന്നതിനു മുൻപ് ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് സംഭവിക്കുന്ന വളർച്ചാഘട്ടങ്ങളെക്കുറിച്ചുള്ള പഠനമാണിത്. ഓണ്ടോജനി ഒരു വ്യക്തിയുടെ ഗർഭാവസ്ഥ മുതൽ പൂർണ്ണവളർച്ച വരെയുള്ള വികാസ ചരിത്രത്തെയാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഫൈലോജനി ഇത് ഒരു വ്യക്തിയുടെ വളർച്ചയല്ല, മറിച്ച് ഒരു ജീവിവർഗം പരിണമിച്ചുവന്ന ചരിത്രമാണ്. ഹിസ്റ്റോളജി അഥവാ മൈക്രോസ്കോപ്പിക് അനാട്ടമി നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ശരീരഭാഗങ്ങളെ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ പഠിക്കുന്ന രീതിയാണിത്. കോശങ്ങളെയും കലകളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. സർഫസ് അനാട്ടമി അതർ നെയിം ഈസ് ടോപ്പോഗ്രാഫിക് അനാട്ടമി ശരീരത്തിന്റെ ഉപരിതലവും ചർമ്മം, ഉള്ളിലെ അവയവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണിത്. ഉപയോഗം ശസ്ത്രക്രിയകൾ ചെയ്യുമ്പോഴും ക്ലിനിക്കൽ പരിശോധനകളിലും ശരീരത്തിന് പുറത്തുനിന്ന് നോക്കി ഉള്ളിലെ അവയവത്തിന്റെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കാൻ ഇത് ഡോക്ടർമാരെ സഹായിക്കുന്നു. റേഡിയോഗ്രാഫിക് ആൻഡ് ഇമേജിംഗ് അനാട്ടമി എന്നാൽ ജീവനുള്ള ഒരാളുടെ ശരീരത്തിലെ അസ്ഥികളെയും ബോൺസ് ആന്തരാവയവങ്ങളെയും ഇന്റേണൽ ഓർഗൻസ് വിവിധതരം സ്കാനിംഗ് രീതികളിലൂടെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. ഇതിൽ പ്രധാനമായും താഴെ പറയുന്ന മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. പ്ലെയിൻ റേഡിയോഗ്രാഫി സാധാരണ നമ്മൾ എടുക്കുന്ന എക്സ്റേ ആണിത്. ഇത് പ്രധാനമായും അസ്ഥികളിലെ ഒടിവുകളും മറ്റും കണ്ടെത്താൻ സഹായിക്കുന്നു. കോൺട്രാസ്റ്റ് റേഡിയോഗ്രാഫി ശരീരത്തിലെ ചില പ്രത്യേക അവയവങ്ങൾ എക്സ്റേയിൽ വ്യക്തമായി കാണുന്നതിനായി ഒരു പ്രത്യേക മരുന്ന് കോൺട്രാസ്റ്റ് ഡൈ കുത്തിവെച്ചോ അല്ലാതെയോ നൽകിയ ശേഷം എടുക്കുന്ന എക്സ്റേ ആണിത്. അൾട്രാസൗണ്ട് സ്കാനിംഗ് ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ശരീരത്തിനുള്ളിലെ അവയവങ്ങളുടെ ചിത്രം എടുക്കുന്ന രീതിയാണിത്.
ഇതിൽ റേഡിയേഷൻ പേടിക്കേണ്ടതില്ല. CT സ്കാൻ, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ കൂടുതൽ വ്യക്തമായ ത്രിമാന 3D ചിത്രങ്ങൾ എടുക്കുന്ന രീതിയാണിത്. ചുരുക്കത്തിൽ, ശസ്ത്രക്രിയ കൂടാതെ തന്നെ ശരീരത്തിനുള്ളിലെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ഈ പഠനം ഡോക്ടർമാരെ സഹായിക്കുന്നു. കമ്പാരറ്റീവ് അനാട്ടമി മനുഷ്യശരീരത്തിന്റെ ഘടനയും പ്രവർത്തനങ്ങളും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി മറ്റ് ജീവികളുടെ ശരീരഘടനയുമായി താരതമ്യം ചെയ്തു പഠിക്കുന്ന ശാഖയാണിത്. എന്താണ് പഠിക്കുന്നത്? വിവിധ മൃഗങ്ങളുടെ അവയവങ്ങൾ, അസ്ഥികൾ, പേശികൾ എന്നിവ മനുഷ്യന്റേതുമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് ഇതിലൂടെ പഠിക്കുന്നു. ലക്ഷ്യം, പരിണാമപ്രക്രിയയിൽ മനുഷ്യന്റെ ശരീരഭാഗങ്ങൾക്ക് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് കണ്ടെത്തുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഫിസിക്കൽ ആന്ത്രപ്പോളജി മനുഷ്യന്റെ ശാരീരികമായ സവിശേഷതകളെയും അവയുടെ വികാസത്തെയും കുറിച്ച് പഠിക്കുന്ന ശാഖയാണിത്. പ്രധാനമായും 2 കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്: ബാഹ്യരൂപവും അളവുകളും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യരുടെ വിവിധ വംശങ്ങൾ, ശരീരത്തിന്റെ പ്രത്യേകതകൾ, നിറം, ഉയരം, തലയുടെ ആകൃതി തുടങ്ങിയവ ശാസ്ത്രീയമായി അളന്നു പഠിക്കുന്നു. പുരാതന അവശിഷ്ടങ്ങൾ, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരുടെയോ അവരുടെ പൂർവികരുടെയോ അസ്ഥികളും പല്ലുകളും മറ്റും പഠനവിധേയമാക്കുന്നു. ഇത് മനുഷ്യൻ എങ്ങനെ ഇന്നത്തെ രൂപത്തിലേക്ക് പരിണമിച്ചു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അപ്ലൈഡ് അനാട്ടമി ഓർ ക്ലിനിക്കൽ അനാട്ടമി പഠിച്ചെടുത്ത ശരീരശാസ്ത്ര അറിവുകൾ യഥാർത്ഥ ചികിത്സാരംഗത്ത് പ്രയോഗിക്കുന്നതിനെയാണ് അപ്ലൈഡ് അനാട്ടമി എന്ന് വിളിക്കുന്നത്. ഉപയോഗം: രോഗനിർണയം നടത്തുന്നതിനും ശസ്ത്രക്രിയകൾ കൃത്യമായി ചെയ്യുന്നതിനും ഇത് ഡോക്ടർമാരെ സഹായിക്കുന്നു. ഉദാഹരണം, ഒരു കുത്തിവെപ്പ് എടുക്കുമ്പോൾ അത് ഏത് പേശിയിൽ അല്ലെങ്കിൽ രക്തക്കുഴലിൽ നൽകണം എന്ന് തീരുമാനിക്കുന്നത് ഈ അറിവ് വെച്ചാണ്. എക്സ്പെരിമെന്റൽ അനാട്ടമി ശരീരഭാഗങ്ങളുടെ രൂപം, ഘടന, പ്രവർത്തനം എന്നിവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് പരീക്ഷണങ്ങളിലൂടെ പഠിക്കുന്ന ശാഖയാണിത്. എന്താണ് പഠിക്കുന്നത്? ഭക്ഷണക്രമം, ഹോർമോണുകൾ, വ്യായാമം അല്ലെങ്കിൽ ബാഹ്യമായ സാഹചര്യങ്ങൾ ശരീരത്തിന്റെ വളർച്ചയെയും ഘടനയെയും എങ്ങനെ മാറ്റുന്നു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. ലക്ഷ്യം, ശരീരത്തിന്റെ ഓരോ ഭാഗവും എന്തുകൊണ്ടാണ് ആ പ്രത്യേക രീതിയിൽ ഇരിക്കുന്നത് എന്ന് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. ജനറ്റിക്സ്, ജനിതകശാസ്ത്രം, കോശങ്ങളിലെ ക്രോമസോമുകളിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണിത്. പ്രധാന ഭാഗം, നമ്മുടെ ശരീരത്തിന്റെ നിറം, ഉയരം, സ്വഭാവം തുടങ്ങിയവ തീരുമാനിക്കുന്നത് ക്രോമസോമുകളിലുള്ള ജീനുകളാണ്. പാരമ്പര്യം, മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് ഈ വിവരങ്ങൾ എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നും ജനിതകപരമായ അസുഖങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നും ജനറ്റിക്സ് വിശദീകരിക്കുന്നു. എനിക്ക് വേണ്ടി കൊഞ്ചം നേരെ ഒതുക്കി വെച്ചതിന് ரொம்ப നന്ദിയുണ്ട് ഏട്ടാ.